നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഈയൊരു ചർച്ചയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കുന്നത് 2025 ഓണാഘോഷങ്ങളെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങളാണ് നിങ്ങൾ നൽകിയ ആ ഒരു റിപ്പോർട്ട് അനുസരിച്ച്. അതെ. പ്രത്യേകിച്ചും തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്ത് നടക്കുന്ന വലിയ ആഘോഷങ്ങൾ, പിന്നെ അതോടൊപ്പം കുറച്ച് അതിശയം തോന്നുന്ന ഒരു ടെലികോം ഓഫറും. അപ്പോൾ ഇതിലെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം, അല്ലേ? തീർച്ചയായും നമുക്ക് തുടങ്ങാം. അപ്പം നമുക്കറിയാലോ, ഓണം ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു ദേശീയ ഉത്സവം പോലെയാണ്. ഈ കിട്ടിയ വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ 2025 ഓണാഘോഷങ്ങൾക്ക് സംസ്ഥാന തലത്തിൽ തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതും വെറുമൊരാഘോഷം എന്നല്ല പറയുന്നേ. കേരള സർക്കാർ നേരിട്ട് ഒരാഴ്ചയോളം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ഓണ വാരാഘോഷം തന്നെ തുടങ്ങിയിരിക്കുന്നു. കേൾക്കുമ്പോൾ തന്നെ ഒരു ഗൗരവമുണ്ടല്ലേ? അതെ, ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന പരിപാടി എന്ന് പറയുമ്പോൾ അത് ചെറിയ കാര്യമല്ല. ശ്രദ്ധേയമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ആഘോഷങ്ങളുടെയൊക്കെ ഒരു കേന്ദ്ര ബിന്ദു അത് നമ്മുടെ തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരമാണ്. ഓക്കെ. എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം തിരുവനന്തപുരത്തിന് ഈ വർഷം എന്ന് ഈ രേഖകളിൽ പറയുന്നില്ല. പക്ഷേ ആഘോഷത്തിന്റെ ഒരു വ്യാപ്തി അത് നമ്മളെ അതിശയിപ്പിക്കും. നിങ്ങൾ തന്ന ആ കണക്കുകൾ വെച്ച് നോക്കിയാൽ ഒരാഴ്ചത്തെ പരിപാടികൾക്ക് ഏകദേശം 30 വ്യത്യസ്ത സ്റ്റേജുകൾ. 30 സ്റ്റേജുകളോ? അതെ. അതിലായിട്ട് ഏതാണ്ട് ഒരു 7000-ഓളം കലാകാരന്മാർ അണിനിരക്കുന്നു എന്നും പറയുന്നു. ഇത് സാധാരണ ഒരു സാംസ്കാരിക പരിപാടിയല്ല, ഒരു മഹാമേള എന്ന് തന്നെ പറയാം. 7000 കലാകാരന്മാർ, 30 സ്റ്റേജുകൾ. ഇത് കേവലം ഒരു അക്കമല്ല. ശരിക്കും ഇത് കേരളത്തിന്റെ ഒരു സാംസ്കാരിക വൈവിധ്യം, നമ്മുടെ കലാരൂപങ്ങൾ, അതിനെയൊക്കെ ഉയർത്തിക്കാട്ടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ ഒരു വലിയ ശ്രമം തന്നെയായിരിക്കണം. അതെ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ഒരുക്കുമ്പോൾ അത് ഏതൊക്കെത്തരം കലാരൂപങ്ങൾക്ക് അവസരം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഈ തന്ന വിവരങ്ങളിൽ അതിന്റെ വിശദാംശങ്ങളില്ല. എന്നാലും സാധാരണഗതിയിൽ ഇത്തരം സർക്കാർ ഓണാഘോഷങ്ങളിൽ നമ്മുടെ തനത് കലാരൂപങ്ങൾ, പിന്നെ അനുഷ്ഠാന കലകൾ, ശാസ്ത്രീയം, സംഗീതം, നൃത്തം, നാടകം, ഒരുപക്ഷെ പുതിയ തലമുറയുടെ പ്രകടനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ശരിയാണ്. പല നാടൻ കലാരൂപങ്ങൾക്കും ഇതൊരു നല്ല വേദിയാകും, അല്ലേ? ഒരുപക്ഷെ മറന്നു തുടങ്ങുന്ന പല കലകൾക്കും. തീർച്ചയായും. അതിനൊരു പുനരുജ്ജീവനം നൽകാനും പുതിയ തലമുറയ്ക്ക് അതൊക്കെ ഒന്ന് കാണാനും പരിചയപ്പെടാനുമൊക്കെയുള്ള നല്ലൊരു അവസരം കൂടിയാണിത്. വളരെ ശരിയാണ്. അപ്പോൾ ഈ ആഘോഷങ്ങളുടെ പ്രധാന വേദി തിരുവനന്തപുരത്തെ കനകക്കുന്ന് കൊട്ടാരമാണെന്നും ഈ വിവരങ്ങളിൽ എടുത്തു പറയുന്നുണ്ട്. കനകക്കുന്ന് നമുക്കറിയാലോ, തിരുവനന്തപുരത്തുകാർക്ക് വളരെ പ്രിയപ്പെട്ട ഒരിടമാണ്. ഒരുപാട് പരിപാടികൾ നടക്കുന്ന സ്ഥലം. ഞാനതൊന്ന് വായിക്കാം. കനകക്കുന്ന് ഓണാഘോഷങ്ങളിലേക്ക് നിങ്ങളെയും നിങ്ങളുടെ